എന്റെ പേര് ഗോപൻ. ആലഞ്ചേരിയിലെ അറിയാം, ഗുരുക്കളുടെ മൂത്ത മോനല്ലേ? അതെ. മീരന്ന് വീട്ടിൽ വന്നപ്പോ അച്ഛൻ എന്തൊക്കെയോ അറിയാതെ. ഓ, അതൊന്നും സാരമില്ല. കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കളരി പഠിക്കാനല്ലേ അവിടെ വന്നത്? അതെ. അതിപ്പോ അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു വരുന്നത് കുട്ടിയെ കളരി ഞാൻ പഠിപ്പിച്ചു തരാം. സത്യാണോ? അതെ. പക്ഷേ അച്ഛനൊന്നും അറിയരുത് കേട്ടോ. അപ്പൊ അവിടെ പോവല്ലേ? അയ്യോ, അവിടെ വേണ്ട, ഇവിടെ തന്നെ മതി. ദിവസവും ഞാൻ രാവിലെ വരാം. നാളെ തന്നെ ക്ലാസ് തുടങ്ങാം. എന്താ? വരട്ടെ. വീടില്ല. എന്റെ പേരറിയോന്ന് അറിയില്ല. എനിക്കറിയാം, ഉണ്ണിന്നല്ലേ പേര്? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അത് ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ? ഊരിലെ പഞ്ഞം അല്ലേ? ആള് മോശമല്ലല്ലോ, തമാശക്കാരനാണല്ലേ? ഇടയ്ക്കിടെ. ഉണ്ണി വരൂ, അകത്തിരിക്കാം. അയ്യോ, പോയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്താ, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ആ, പിന്നെ മീരയ്ക്ക് കളരി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു. അച്ഛനിപ്പോ പഴയ പോലെ മേവഴക്കം കുറച്ച് കുറവാ. പിന്നെ ചേട്ടൻ ഏകാഗ്രത വളരെ കുറവാന്ന് അച്ഛൻ പറയാറ്. പിന്നെ ആകെ ഉള്ളത് ഞാനാ. ഒരു അഭ്യാസ നിലയ്ക്ക് കളരിയൊക്കെ നോക്കുന്നതും ഇപ്പോ ഞാൻ തന്നെയാ. ആ നിലയ്ക്ക് കുട്ടിയെ ഞാൻ കളരി പഠിപ്പിക്കാം. നേരാണോ ഉണ്ണി പറയുന്നത്? സത്യം തന്നെയല്ല, മുറകൾ അവരൊന്നും പഠിപ്പിച്ചാൽ ശരിയാവില്ല. അതെന്താ? അതങ്ങനെയാ. അതൊക്കെ മീരയ്ക്ക് കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. അപ്പൊ നാളെ തുടങ്ങാല്ലേ? എന്ത് അഭ്യാസം? ഓ, വരട്ടെ. കൊന്നുകളയും ഞാൻ. എന്റെ മക്കളെ മാത്രമല്ല എനിക്ക് ശിക്ഷിക്കാൻ അവകാശമുള്ളത്. ആലഞ്ചേരിയിൽ ഒരൊറ്റ ആന്തരിയും ഞങ്ങൾ പറയുന്നതിനപ്പുറം പോകണ്ട. പോയാൽ അവര് പടിക്ക് പുറത്തായിരിക്കില്ല, അകത്ത് നടുമുറ്റത്തൊരു കുഴിയെടുക്കും. അതിനും മടിയൊന്നുമില്ല ആലഞ്ചേരി തമ്പുരാക്കന്മാർക്ക്. അല്ലേ, ഒരു പെണ്ണ് വന്ന് ചിരിച്ചപ്പോ മയങ്ങി അങ്ങോട്ട് വീണു. അവനവന്റെ നിലയും വിലയും മറന്നു. സംഗീതം എന്ന് പറഞ്ഞാൽ കട്ടും മുട്ടിച്ചു കൊണ്ട് കൊടുക്കാനുള്ള മുതലാണെന്നാണോ നീയൊക്കെ ധരിച്ചത്? സംഗീതത്തിന്റെ മഹത്വം ഒരുത്തനെങ്കിലും അറിയാമോ? ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഓരോ മുറകൾ വശത്താക്കിയത്. അതൊക്കെ കണ്ട് അഴിഞ്ഞാട്ടക്കാരികൾ കൊണ്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ ആലഞ്ചേരിക്കാർക്ക് എന്താണ് ഒരു വില? ആ കുട്ടിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന്മാർ അങ്ങോട്ട് പോയിട്ടല്ലേ? വേണ്ട, ഇക്കാര്യത്തിൽ നീ ആരുടെയും വക്കാലത്ത് വേണ്ട. തെറ്റുകാരൻ ഞങ്ങൾ രണ്ടുപേരുവാ. ഞങ്ങളാണല്ലോ അവരെ ആ വീട്ടിൽ കയറി താമസിപ്പിച്ചത്. ഞങ്ങളായിട്ട് തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. വാടോ. ഒന്ന് നിന്നേ. എന്ത് ഭഗവാനെ, ഇത് എന്തിനുള്ള പുറപ്പാടാണോ ആവോ? തമ്പുരാക്കന്മാരെന്താ ഇതുവഴിയൊക്കെ വരേണ്ട കാര്യമുണ്ടായി. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതോ സ്ഥിരമായിട്ട് പൊറുക്കാൻ വന്നതോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ആലഞ്ചേരിലെ ഏതെങ്കിലും ഒരു ആന്തരിയെ മോഹിപ്പിച്ച് കയ്യിലെടുത്ത് കെട്ടിലമ്മയാകാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. സ്നേഹിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യും, തെറ്റിയാലുണ്ടല്ലോ എന്തും ചെയ്യും. എന്തും. ആ കാരണം ഒരു വരണം. മോളുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എന്താ വിശേഷം? എനിക്കൊന്നും അറിയില്ല എന്റെ മുത്തശ്ശ. കൂടുതലൊന്നും അറിയണ്ട. ഇന്നൊരു ദിവസം കൂടി രണ്ടാൾക്കും ഇവിടെ കഴിയാൻ അനുവാദം തരുന്നു. നാളെ നേരം വെളുത്താൽ ഈ വീട് ഒഴിഞ്ഞു തരണം. അയ്യോ, പെട്ടെന്ന് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകും തമ്പ്രാക്കന്മാരെ? പെരുവഴിയിലേക്ക്. കാലത്ത് തന്നെ വീട് പൂട്ടി താക്കോല് കുഞ്ഞാലിയെ ഏൽപ്പിച്ചിരിക്കണം. ഇത്രയും ദിവസത്തെ വാടക ഒരു സൗജന്യമായി കരുതിക്കോളാം. കുറെ ഉപകാരങ്ങൾ ചെയ്തു തന്നല്ലേ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ രണ്ടിനെയും കൺവെട്ടത്ത് കണ്ടുപോകരുത്. ഞാനൊന്ന് എന്താ മക്കളെ ഇത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്ന് തോന്നി. നിന്റെ മുഖം പോലും കാണരുത് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഏതായാലും ഇവിടുന്ന് പോവാ. അതിനു മുൻപ് ഒരാഗ്രഹം കൂടി സാധിച്ചിട്ട് പോവാന്ന് കരുതി. എനിക്ക് ശ്രീരഞ്ജിനി രാഗത്തിൽ ഒരു കീർത്തനം കേൾക്കണം, അതും ഈ നാവുകൊണ്ട്. നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ എന്തിനാ തമ്പുരാനെ കളിയാക്കുന്നേ?
പണ്ട് 25 വർഷം മുമ്പുള്ളൊരു കഥയാണ്. തമ്പുരാൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇല്ല, അത്ര പെട്ടെന്നൊന്നും മറന്നുപോകാനിടയില്ല. അന്ന് ഈ തറവാട്ടിലെ കെട്ടിലമ്മ വിലക്കിയിട്ടും ആരും അറിയാണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ മന്ത്രിച്ചില്ലേ ആ രാഗം. ഇത്ര വേഗം മറന്നോ കാർത്തൂനെ? തമ്പുരാന്റെ പഴയ അനുരാഗ് കഥയിലെ ആ നായികയെ മോള, കാർത്തൂന്റെ മോളാ ഞാൻ. ഇനിയിപ്പൊ തമ്പുരാൻ എന്നെ ഇറക്കി വിടണോ? ഇറക്കി വിട്ടോ. അപ്പോഴെങ്കിലും നാട്ടുകാരൊക്കെ അറിയല്ലോ പഴയ കഥകള്. അതിനുവേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വടക്കേപ്പറമ്പിലെ ആ വാടക വീട്ടിൽ തന്നെ താമസിക്കാൻ പോവാ. തമ്പുരാന്റെ മോക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. മോളാ, കാർത്തൂന്റെ മോളാ ഞാൻ. അച്ഛാ, അച്ഛാ, ശ്രീരഞ്ജിനി രാഗത്തിൽ ഒരു കീർത്തനം പാടുവോ? അച്ഛാ, കാർത്തൂന്റെ മോളാ ഞാൻ. അച്ഛാ, അല്ല, എന്തു പറ്റി? ആകെ ഒരു വല്ലായ്മ. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നതാ. ഒന്നുമില്ല, അല്ല സുഖം തോന്നണില്ല. ഞാൻ കുറച്ച് കഷായം എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട, താനേ മാറിക്കോളും. കുരുക്കളെ, 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 എന്താടാ? ആ പെണ്ണിനോട് വീട് ഞാൻ പറഞ്ഞിട്ട് ഓൾ ഒയ്യുന്നില്ല. നീയാണ് ഇതിനൊക്കെ കാരണം. അവളെ ഇറക്കി വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അതും ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കണില്ല. ഓള് കേൾക്കണമില്ല. ആരിറക്കി വിട്ടാലും പോണ പ്രശ്നമില്ല എന്നാ പറഞ്ഞേ. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, എന്നാലും അതൊന്നും അറിയണമല്ലോ. നിന്നോടും ആ കിഴവനോടും ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. രണ്ടാമതൊരിക്കൽ കൂടി പറയുന്ന ശീലം ആലഞ്ചേരിക്കാർക്കില്ല. അറിയാം. തമ്പ്രാക്കന്മാരിൽ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്കും രണ്ടാമത് ആലോചിക്കേണ്ടി വരില്ലെന്നറിയാം. പിടിച്ചു പുറത്താക്കണവളെ. തൊട്ടുപോലെ തന്നെ. പിടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാം. നിനക്ക് എന്താണ് ഇനി അറിയാനുള്ളത്? നിങ്ങൾ തന്നെയല്ലേ എന്നോട് ആദ്യം പറഞ്ഞത് രണ്ട് തമ്പ്രാക്കന്മാരുടെ തീരുമാനം ഒന്നാണെന്ന്? അതിലാർക്കും സംശയം വേണ്ട. എന്റെ തീരുമാനം തന്നെ അവന്റെ. അല്ല, ആ തമ്പുരാൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ തമ്പുരാനോട് ചോദിച്ചു നോക്ക്. അവിടുന്ന് പറയട്ടെ, എങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങിത്തരാം. അപ്പോ അറിയാലോ ആരുടെ വാക്കാ വരുതെന്ന്. തമ്പ്രാക്കന്മാരുടെ വലിപ്പച്ചെറുപ്പത്തെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ ഈ കര പോലും കാണാമെന്ന് കരുതണ്ട. വാടാ. അല്ല, ഗുരുക്കളല്ലേ വരുന്നത്? എന്താ ചന്തപ്പാ? താൻ ആ പെണ്ണിനോട് വടക്കേ പറമ്പിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞോ? അത്
പറയേ, താൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എങ്കിൽ എന്തിനു വേണ്ടി? എനിക്കറിയണം എന്താലോചിച്ചിട്ടാ താനെ തീരുമാനം പറഞ്ഞതെന്ന്. തനിക്ക് എന്ത് പറ്റിയടോ? ഞാനും താനും കൂടാണ് ആ കുട്ടിയോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. പക്ഷെ എനിക്കത് മാറ്റി പറയേണ്ടി വന്നു. കാരണം ഇപ്പോഴാരും എന്നോടൊന്നും ചോദിക്കരുത്. കാരണങ്ങളൊന്നും എനിക്കറിയണ്ട. പക്ഷെ താനും ഓർത്തോ, എനിക്കും തനിക്കും ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ഇപ്പൊ താനത് മറന്നു അല്ലേ? സന്തോഷമായിടോ. വാടാ പോവാം. അല്ല, അത് ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. വാടാ. ഇതിനായിരുന്നോ രാവിലെ മുതൽ ഈ ഇരിപ്പിരുന്നത്? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. എല്ലാരും കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കാണ്ടിരിക്കുക. ജയക്കുട്ടിയോ? ഗുരുക്കൾക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരാപത്ത് വരുമ്പോ ശത്രുത എല്ലാം മറന്ന് അന്വേഷിച്ചു വരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗുരുക്കള് ചാത്തുക്കുട്ടിയായിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റിയത് ഉൾപ്പെടെ. അല്ല, അയാളെ ഞാൻ കുറ്റം പറയല്ല. തന്നെയല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത്. ജയക്കുട്ടി ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്ന് വിചാരിക്കരുത്. അല്ല, എന്നെ പറ്റി അങ്ങനെ കരുതില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയാ, ഭാഗവതർക്കെതിരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഗുരുക്കൾക്ക് എന്നോട് ആവശ്യപ്പെടാം. ആ, താൻ എനിക്ക് എന്ത് സഹായവും ചെയ്യുമോ? സംശയം എന്തിരിക്കുന്നു? എന്തും എന്തും. പക്ഷേ എനിക്ക് അതിനൊരു പ്രതിഫലമൊക്കെ വേണം. പണത്തിന്റെ കാര്യമല്ലെന്നറിയാലോ. എങ്കിൽ തനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പ്രതിഫലം തരാം. പുര കത്തിക്കാതെ തന്നെ വാഴ വെട്ടാനും അറിയാം മാലഞ്ചേരിക്കാർക്ക്. തനിക്ക് തമ്പ്രാക്കന്മാരെ തമ്മിലടിപ്പിക്കണം അല്ലേ? തമ്പ്രാക്കന്മാരുടെ പ്രശ്നം തമ്പ്രാക്കന്മാരെ പരിഹരിച്ചോളാം. അതിനൊരുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പിടിച്ചു പുറത്താക്കടാ ഈ നിറകെട്ടവനെ. അയാളുടെ ഒരു ഉപദേശം ഇനി പ്രദേശം കണ്ടുവരുത്. നമസ്കാരം. കുരുക്കള് മർമ്മം നോക്കിയൊന്നും തന്നെങ്കിലും റൈറ്റർക്ക് അത്യാവശ്യം നാട്ടുമരുന്ന് അറിയാവുന്നത് കൊണ്ട് അതൊരു രക്ഷയായി അല്ലേ? താൻ എന്ത് പോക്കാടും അവിടെ നിന്ന് ഇറങ്ങി പോന്നത്? ഞാൻ പറയുന്ന ഒന്ന് കേക്ക. വേണ്ട, ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും. പ്രത്യേകിച്ചും തന്റെ അടുത്തുനിന്നാകുമ്പോ. താൻ വിചാരിക്കുന്നത് പോലെ അതൊരു ചെറിയ കാര്യമല്ല. പണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലേ നമ്മള്? അതിലൊന്ന് സ്വൈരക്കേടായി തിരിച്ചു വന്നിരിക്കുന്നു. ആ, കാർത്തൂനെ ഓർമ്മയില്ലേ തനിക്ക്? കാർത്തു, താൻ എന്തൊക്കെയായി പറയുന്നേ? ഒക്കെ പറയാം, ഇവിടെ വെച്ചല്ല. താൻ വരിക. താനീ പറയുന്നത് സത്യമാണോ? സത്യം. ഇനി അല്ലാന്ന് തനിക്ക് പറയാൻ പറ്റുമോ? അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ താൻ? കാർത്തുവിന്റെ നോട്ടം അവളുടേത്. എന്റെ മുഖത്ത് നോക്കി മോളാണെന്ന് അവള് പറഞ്ഞപ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? അത് സത്യമായതുകൊണ്ടാ. കാർത്തൂനെയും അവളുടെ അച്ഛനെയും അമ്മ രായ്ക്കരാമാനം നാട് കടത്തുമ്പോ അവൾ തന്റെ കുട്ടിയെ വയറ്റി ചുമക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷെ ആ കുട്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോ എങ്കിൽ കാർത്തു എവിടെ? അത് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. ഇതൊരു കള്ളക്കഥയായിട്ട് ഞാൻ കാണും. ചന്തപ്പൻ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്ക. നമുക്ക് മാത്രം അറിയാവുന്ന 10-25 വർഷം മുമ്പുള്ള ഒരു കഥ അവൾ എങ്ങനെ അറിഞ്ഞു? അന്ന് അങ്ങനെ ഒരു കയ്യബദ്ധം എനിക്ക് പറ്റി എന്നുള്ളത് നേരാ. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പി പറ്റിയ അബദ്ധത്തെക്കുറിച്ച് വേണ്ടുവോളം പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ അമ്മയുമായിട്ട് തെറ്റേണ്ടി വന്നില്ലേ? പിന്നുണ്ടായതൊക്കെ തനിക്കും അറിയാലോ. ഇനി അവള് പറയണതൊക്കെ സത്യമാണെന്ന് വെക്ക. എങ്കിൽ അവളുടെ വരവിന്റെ ലക്ഷ്യ നമുക്കറിയേണ്ടത്. താൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇനി നാളെ വേറൊരാള് ഇങ്ങനൊരു കഥയും പറഞ്ഞു വന്നാല് ഞാൻ അതും വിശ്വസിക്കണോ? എന്തായാലും എനിക്ക് സ്വൈരയില്ല. ദേവകി അറിഞ്ഞാലത്തെ കാര്യ ഞാൻ ആലോചിക്കണേ. തന്റെ മനസ്സാകെ ചഞ്ചലപ്പെട്ടിരിക്കുക ഇപ്പോ. ആദ്യം എനിക്ക് അവളെ ഒന്ന് കാണണം, സത്യം അറിയണം. താനും എന്നോടൊപ്പം വന്നേ പറ്റൂ. എന്നിട്ട് മതി തീരുമാനങ്ങൾ.